വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞു. LDFനെ ജനം തൂത്തെറിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയത്തിനും ഒരു സത്യം പറയാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം പിണറായി വിജയനെ പോലെയുള്ള ഒരു സമർത്ഥനായ നേതാവ് കേരളത്തിൽ ഇനിയുമില്ല. നിങ്ങൾക്കറിയാൽ, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയോട് കൂടിയാണ് നമ്മൾ 120 സ്പീഡ് പോണ നാഷണൽ ഹൈവേ, തുരങ്കപാത അടക്കമുള്ളവരെ കൊണ്ടുവന്ന്. പക്ഷേ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം, ഇതൊരു രാജ്യഭരണമല്ല. ഇത് കേരളത്തിൻ്റെ ധിക്കാരമായ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ മുറിവാണിത്. നിങ്ങൾക്കറിയാം, ഒരു വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വൃത്തികെട്ട വർഗീയവാദിയെ ചുമലിലേറ്റിയതിനുള്ള ഒരു പാരിതോഷികമായിട്ടാണ് ഈ പാർട്ടിക്ക് ഇത് കിട്ടിയത്. ഇപ്പം CPM മുഴുവനും വോട്ട് ചെയ്തത് ഇന്ന് UDFനാണ്. അതിൻ്റെ ഉദാഹരണമാണ് കണ്ണൂർ നടന്ന എലക്ഷൻ. പിന്നെ മഞ്ചേശ്വരമൊക്കെ CPM വോട്ട് ക്ലോസ് ചെയ്താൽ അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഇതിന്ന് CPM പാഠം ഉൾക്കൊള്ളുക തന്നെ വേണം. ഒരു ഏകാധിപതി പോലും ഇന്ന് ലോകത്ത് നിലനിന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം ഇന്ന് കണ്ടത്. ജനാധിപത്യം എന്ന് പറഞ്ഞത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നതാ. ആ ജനങ്ങൾ തൂത്തെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിലയില്ല. ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. 9 പ്രാവശ്യം എണ്ണിയവളും പിന്നിലാണ്. ഇപ്പം എന്തോ കുറഞ്ഞ വോട്ടിനാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഗീയ കോമരങ്ങളെ കേരളത്തിൽ നിന്ന് കെട്ടിക്കുക. ഇപ്പോൾ അവരും കയറി വരുന്നിടത്ത് പല സ്ഥലത്തും ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്. ഏതായാലും ഒരു CPMകാരനെയും ഒരു ഇതിനും കുറ്റം പറയല്ല. പക്ഷേ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഇനിയിപ്പോൾ വരാൻ പോണത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരാണ്. ആ VD സതീശനെ മറക്കാൻ പറ്റാത്ത തരത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക്. കാരണം അദ്ദേഹം 100 വോട്ടിന് മേലല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ് ഒറ്റ നിലപാടെടുത്തൊരു മനുഷ്യനാണ് VD സതീശൻ. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനിയിപ്പോൾ ഇവരെ കോമഡി തുടങ്ങും. 5 കൊല്ലം കഴിയുമ്പോൾ ഇതേമാതിരി തന്നെ ഒരു കൊടുങ്കാറ്റ് അപ്പുറത്തും അടിക്കും. അത് UDFകാരും നോക്കുന്നത് നല്ലതാണ്. കൂടുതൽ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട. ജനങ്ങളാണ് അവസാനത്തെ വിധി എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കട്ടോ. ഒറിജിനൽ കേരള സ്റ്റോറി വിജയം VS ജോയിയുടേതാ. തവനൂരിൽ 10,000 കവിഞ്ഞാണ്. ഇപ്പോൾ 10-15,000 ഒക്കെ അത് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ആ വിജയം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവിടെ ക്രിസ്ത്യൻ സമുദായത്തിലെ ഏറ്റവും മൈനോറിറ്റിയായ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട 10 ആൾ പോലും അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെയുള്ള ബാക്കി മതസ്ഥര്, അതായത് മുസ്ലിംസ്, ഹിന്ദുസ്, വേറെയുള്ള മതസ്ഥരാണ് അവനെ ജയിപ്പിച്ചത്. ഇതാണ് കേരളം. ഇപ്പോൾ തിരുവമ്പാടിയിലേക്ക് VS ജോയി വരുന്നത് കണ്ടപ്പോൾ അവിടുത്തെ പള്ളിയിലച്ഛൻ പറഞ്ഞു ഓനെ ഇവിടെ വേണ്ടാന്ന്. അതാണ് കേരള സ്റ്റോറി. കേരളത്തിൽ ജാതിയല്ല മതമല്ല ഒന്ന് വിളിച്ചോതുന്ന വിജയമാണ് VS ജോയിയുടേത്. അതവിടെ തോൽപ്പിച്ചത് ആരെയാ? ഒരു സുൽത്താനെയാണ് അവിടെ തോൽപ്പിച്ചത് അദ്ദേഹം, അതും വൻ ഭൂരിപക്ഷത്തിൽ. ഏതായാലും ഈ സ്റ്റോറിയിലൊക്കെ എല്ലാവരും കണ്ട് പഠിച്ചോളി. ജനങ്ങളാണ് അവസാനത്ത് എന്നുള്ളത് ആരും അഹങ്കരിക്കണ്ട കേട്ടോ.